നമസ്കാരം. ഓരോ രാജ്യത്തിനും ഒരു ഭരണഘടനയുണ്ടാകും. ആ രാജ്യത്ത് പൗരന്മാരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അവരുണ്ടാക്കിയ ചില പദ്ധതികളുണ്ടാകും. ഈ നിയമങ്ങളും ഈ പദ്ധതികളും എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുമോ അതിനനുസരിച്ചായിരിക്കും ആ രാജ്യത്തിൻ്റെ പുരോഗതി. അതായത് നിയമങ്ങളും പദ്ധതികളും പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എത്തുകയും അവർ എത്രത്തോളം അതിൻ്റെ പ്രായോജകരാകുകയും ചെയ്യുന്നു അതിനനുസരിച്ചാണ് ആ രാജ്യത്തിൻ്റെ പുരോഗതി. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. ഈ സത്യത്തെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഈ വസ്തുതകളെ അടിസ്ഥാനമാക്കിയാണ് ആ രാജ്യത്തിൻ്റെ സംസ്കാരവും പുരോഗതിയും വിലയിരുത്തപ്പെടുക. ഞാനിത് പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കണ്ടു. തമിഴ്നാട്ടിലേക്ക് യാത്ര പോയ ഒരാൾ അവിടുത്തെ ഗതാഗത നിയമങ്ങളെക്കുറിച്ച് പറയുകയാണ്. അയാൾ വളരെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് പറയുന്നത് ഇതാണ്: നോക്കൂ, ആരും ഹെൽമെറ്റ് വെച്ചിട്ടില്ല, ബൈക്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ അവർക്ക് വേണ്ട വിധം യാത്ര ചെയ്യുന്നു, 2-3 പേരുണ്ട്, ആരും ഹെൽമെറ്റ് ഉപയോഗിക്കുന്നില്ല, അവിടെ തടഞ്ഞ് നിർത്തി ഫൈൻ അടയ്ക്കാൻ പോലീസുകാരില്ല. എത്ര നല്ല രാജ്യമാണിതെന്ന്. ആ മനുഷ്യൻ്റെ നീതിബോധത്തെ ഓർത്ത് എനിക്ക് ചിരിക്കാനേ കഴിഞ്ഞുള്ളൂ. നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ജനങ്ങൾ അനുസരിക്കാൻ വേണ്ടിയാണ്. അത് എത്രത്തോളം പ്രാവർത്തികമായിട്ട് ജനങ്ങളെ കൊണ്ട് അനുസരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതനുസരിച്ചാണ് ആ സർക്കാരിൻ്റെ എഫിഷ്യൻസിയെ നമ്മൾ വിലയിരുത്തുന്നത്. ഇവിടെ ഇദ്ദേഹം പറയുകയാണ് ആ നിയമങ്ങൾ അനുസരിക്കാത്തത് കൊണ്ട് തന്നെ അതൊരു നമ്മുടെ കേരളത്തേക്കാൾ വളരെ ഭേദമാണ്. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഇത്ര നിയമങ്ങൾ കർശനമായി ഫോളോ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നു, അതുകൊണ്ട് കേരളം മോശവും തമിഴ്നാട് നല്ലതുമാണെന്ന രീതിയിലായിരുന്നു ആ വീഡിയോ ചെയ്യപ്പെട്ടിരുന്നത്. ഗതാഗത നിയമങ്ങളുടെ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ സിവിൽ ക്രിമിനൽ നിയമങ്ങളുമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ചെയ്ത വ്യക്തി ആ നാട്ടിൽ സിവിൽ ക്രിമിനൽ നിയമങ്ങൾ കൂടി പാലിക്കാത്ത ഒരു പോലീസ് നിയമ സംവിധാനം ഉണ്ടെങ്കിൽ അതാണ് തേനും പാലും ഒഴുകുന്ന നാട് എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല. ഓരോ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിനാണ്. അത് സിവിലായാലും ക്രിമിനലായാലും ട്രാഫിക്കായാലും അത് പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ചിലർ പറയും റോഡുകൾ ആദ്യം നന്നാക്കട്ടെ, പിന്നെ ഞങ്ങൾ നിയമങ്ങൾ അനുസരിക്കാം. അത് ശരിയായ രീതിയല്ല. കൊലപാതകങ്ങൾ നിർത്താൻ വേണ്ടിയിട്ട് കത്തികൾ ഉണ്ടാക്കുന്നത് നിർത്തൂ എന്ന് പറയാൻ നമുക്ക് സാധിക്കത്തില്ലല്ലോ. ഇല്ലെങ്കിൽ റിവോൾവർ ഉണ്ടാക്കുന്നത് നിർത്തൂ, അപ്പോൾ കൊലപാതകങ്ങൾ കുറയും എന്ന് പറയുന്ന പോലെ ഒരു മണ്ടത്തരമാണിത്. നമ്മൾ എത്രത്തോളം നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നോ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി സർക്കാർ റോഡുകൾ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടാകും. അത് തനിയെ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ നിയമം അനുസരിക്കണം എന്ന് പറയുന്നത് തന്നെ. ഇത്തരം ഒരു സംവിധാനത്തെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും റോഡുകൾ നന്നാവട്ടെ പിന്നെ ഞങ്ങൾ വണ്ടികൾ ഓടിക്കാം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ വെറും മുടന്ത ന്യായങ്ങൾ മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഗതാഗത നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു ശരാശരി ബോധമാണ് ആ മനുഷ്യനെ കൊണ്ട് ആ ഒരു വീഡിയോ ചെയ്യിച്ചത്. അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയപരമായ ഒരു പക്ഷപാതവുമാവാം, രണ്ടുമാകട്ടെ. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു പൊതു സത്യമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗതാഗത യോഗ്യമായ റോഡുകളുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ നിങ്ങൾ പറയും മറ്റ് സ്റ്റേറ്റുകളിലോട്ടൊക്കെ പോയ വിശാലമായ ഹൈവേകളുണ്ടോ എന്ന്. ഹൈവേകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വിശാലമായ ഹൈവേകൾ കാണുമ്പോഴും ഗ്രാമങ്ങളിലേക്കും പഞ്ചായത്തുകളിലേക്കും ചെല്ലുമ്പോഴുള്ള ചെറിയ പോക്കറ്റ് റോഡുകൾ, പഞ്ചായത്ത് റോഡുകൾ, ഇതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നില്ല. കേരളത്തിൽ അങ്ങനെയല്ല. അത്തരം റോഡുകൾ നല്ലതായി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയും ചുരുക്കം ചില റോഡുകൾ മാത്രം മോശമായി കിടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ടാണ് മൊത്തത്തിൽ കണക്കെടുക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗതാഗതയോഗ്യമായ നല്ല റോഡുകളുള്ളത് കേരളത്തിലാണെന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, മറ്റൊരു വാദം കൂടിയുള്ളത് ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ളത് കേരളത്തിലാണ് എന്നതും ഒരു കണക്കുണ്ട്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരിക്കലും സംസാരിച്ചപ്പോൾ ഇതേ വ്ളോഗർ തന്നെ ഒരു കമൻറ്റിൽ പറഞ്ഞ ഒരു കാര്യം, തമിഴ്നാട്ടിലേക്ക് നോക്കൂ, ഇതിനേക്കാൾ കൂടുതൽ വാഹനമുണ്ട് എന്ന് പറഞ്ഞ് അവർ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വാഹനങ്ങളുടെ
നമ്പർ കണക്കെടുക്കുന്നത് അവിടുത്തെ ജനസംഖ്യയും ഒരു സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ എത്ര വാഹന ഉടമകൾ ഉണ്ട് എന്നതിനെ കണക്കാക്കിയാണ് വാഹനങ്ങളുടെ പിന്നെ സെൻസസ് എടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ വാഹനങ്ങളുടെ നമ്പർ നോക്കിയല്ല. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുള്ളത്. അതുകൊണ്ടാണ് ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും തിരക്ക് റോഡുകളിൽ അനുഭവപ്പെടുന്നത്. റോഡിലെ തിരക്ക് ഒഴിവാക്കാൻ ആദ്യമായി നാം ചെയ്യേണ്ട ഒരു കാര്യം ശരിയായി നമ്മളുടെ ഗതാഗത നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. അതനുസരിച്ചാൽ തന്നെ ഒരു പരിധി വരെ ഗതാഗത കുരുക്കുകളും മറ്റും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഗതാഗത നിയമങ്ങൾ പാലിക്കാൻ ഉള്ള ഒരു സാമാന്യ ബോധം ആണ് നമ്മൾക്കുണ്ടാകേണ്ടത്. നമ്മുടെ സർക്കാർ നല്ല റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ ക്യാമറകളുണ്ട്, ഹെൽമറ്റ് വെക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. പലപ്പോഴും ഇവിടെ കണ്ടുവരുന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഇത്തരം ബോധം ജനങ്ങൾക്കുണ്ടാകാൻ വേണ്ടി ഫൈൻ അടിക്കലും മറ്റും കർശനമാക്കുമ്പോൾ ഇവിടുത്തെ മീഡിയകൾ പോലും അതിനെ വിമർശിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് വളരെ അതിവിടുത്തെ ഒരു പിന്നെ മലീസമായ മാധ്യമ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷേ സംസ്കാരമുള്ള ഏതൊരു മനുഷ്യനും അറിയാൻ ശരിയായ രീതിയിൽ നിയമങ്ങളനുസരിച്ച് വാഹനങ്ങൾ ഓടിക്കുമ്പോഴാണ് റോഡിലെ ഗതാഗതങ്ങളും അപകടങ്ങളും കുറയുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഗതാഗത നിയമം അനുസരിക്കുക എന്നത് നമ്മളൊരു ശീലമാക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ലൈസൻസ് കിട്ടി പുറത്തു വരുന്ന ഭൂരിഭാഗം പേർക്കും നിയമങ്ങൾ അറിയുകയില്ല, ഗതാഗത നിയമങ്ങൾ അറിയുകയില്ല എന്ന് വേണം പറയാൻ. പലപ്പോഴും നമ്മൾ കാണുന്നതാണ്, റോഡിൽ നമ്മളുടെ മുമ്പിൽ ഓടിച്ചു പോകുന്ന ഒരു ഓട്ടോക്കാരൻ പെട്ടെന്ന് വലത്തോട്ട് വെട്ടി തിരിച്ച ശേഷം പുറകിൽ നിന്ന് വണ്ടി വരുന്നു എന്ന് നോക്കുന്ന ഓട്ടോക്കാർ ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്ന കൗതുകം ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. അതുപോലെ തന്നെ പിന്നെ ഒരിടത്ത് വാഹനം കൊണ്ടുവന്ന് അലസമായിട്ട് പാർക്ക് ചെയ്യുക, അതിനടുത്തുള്ള മറ്റൊരു വാഹനം വന്നാൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാറില്ല. അടുത്ത് കിടക്കുന്ന വാഹനങ്ങൾ എടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കാറില്ല. ഇതൊന്നും ശ്രദ്ധിക്കാതെ വളരെ അലസമായ പാർക്കിംഗ് വളരെ സാധാരണമായിട്ട് കേരളത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് തെക്കൻ കേരളത്തിൽ ഉള്ളതിനേക്കാൾ മോശം ട്രാഫിക് ആണ് വടക്കൻ കേരളത്തിലോട്ട് ചെന്നാൽ. അതായത് ഒരു എറണാകുളം തൊട്ട് ഇങ്ങോട്ട് കൊല്ലം, ട്രിവാൻഡ്രം ഭാഗത്തേക്ക് കുറേയെങ്കിലും നിയമങ്ങൾ അനുസരിക്കുന്നവരാണെങ്കിൽ തൃശ്ശൂരിൻ്റെ അങ്ങോട്ടുള്ളത് വളരെ അലസമായി വണ്ടി ഓടിക്കുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ പാർക്കിംഗ് നിയമങ്ങൾ കർശനമായി അനുസരിക്കുന്നത് നമുക്ക് കാണാം. അവരാരും നോ പാർക്കിങ്ങിൽ വണ്ടികൾ പാർക്ക് ചെയ്തല്ല. പാർക്ക് ചെയ്താൽ അപ്പോൾ തന്നെ ഫൈൻ അടയ്ക്കും, അത് വേറെ കാര്യം. എന്ന് മാത്രമല്ല, പാർക്കിങ്ങിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയകളിൽ ആ ഒരു രീതിക്കനുസരിച്ച് പല ടൈപ്പിലുള്ള പാർക്കിങ്ങുകളുണ്ട്. അതിനനുസരിച്ച് തന്നെ അവർ പാർക്ക് ചെയ്യാതുള്ളൂ. പാർക്കിങ്ങിൽ കിടക്കുന്ന വണ്ടികൾ നോക്കിയാൽ വളരെ അടുക്കി വാഹനങ്ങൾ വെച്ചിരിക്കുന്നത് പോലെ തോന്നും. അത് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോലും പലപ്പോഴും നമ്മൾ വാഹനങ്ങളുമായി ചെല്ലുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റികൾ പാർക്ക് ചെയ്യാൻ എവിടെയെങ്കിലും നിർദ്ദേശിച്ചാൽ അവർ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ നമുക്ക് വളരെ വിഷമമാണ്. സെക്യൂരിറ്റികൾ എപ്പോഴും പാർക്ക് ചെയ്യാൻ പറയുന്നത് വാഹനങ്ങൾ എളുപ്പത്തിൽ അവർക്ക് പാർക്ക് ചെയ്തു തീർക്കാനും കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാനും വേണ്ടിയാണ് അവർ പല സ്ഥലങ്ങളും നമ്മളോട് നിർദ്ദേശിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഈ സെക്യൂരിറ്റികൾ പറയുന്നത് കേൾക്കുന്നത് എന്തോ വലിയ ഒരു എന്താ പറയുക, ഒരു അഭിമാന പ്രശ്നമായിട്ടാണ് നമ്മുടെ ആൾക്കാർ കാണുന്നത്. അങ്ങനെയല്ല. ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ഒരു സെക്യൂരിറ്റിയാണ് അവിടുത്തെ ട്രാഫിക് സംവിധാനം നിയന്ത്രിക്കുന്നത്. അയാൾ പറയുന്ന കാര്യം കേൾക്കാൻ ഉള്ള ഒരു ക്ഷമ നമ്മൾ കാണിക്കണം. അതുപോലെയാണ് ഈ ട്രാഫിക് ബ്ലോക്കുകളിലെ കാര്യം. ഒരു വശം മുഴുവൻ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോൾ ആ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുന്ന അത്രയും വണ്ടികളെ ഓവർടേക്ക് ചെയ്ത് മുൻപിലേക്ക് പോയി ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന കുറേ ഹീറോകളുണ്ട്. ഇവരുടെ വിചാരം ഇവർ ഭയങ്കര ഹീറോകളാണ്. പക്ഷേ ഇവർ സീറോകൾ ആണെന്ന കാര്യം ഇവർ മനസ്സിലാക്കുന്നതേയില്ല. ഒരു ബ്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ബ്ലോക്കിൽ വണ്ടി കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അത്രയും ബ്ലോക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുറകിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക ബ്ലോക്ക് അഴിച്ചു മാറുന്നിടം വരെ എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി. അപ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങളിൽ പോലും ക്ഷമ കാണിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മുടെ ഇടയിലുള്ളത് എന്നത് വളരെ ലജ്ജാകരമാണ്. അതുപോലെ ഡ്രൈവിംഗ് അറിയാവുന്നവർ ഏറ്റവും ബഹുമാനിക്കേണ്ട ഒരു വിഭാഗമാണ് ആംബുലൻസുകളും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റവും.
നമ്മുടെ കേരളത്തിൽ ആംബുലൻസുകൾ വന്നാൽ കുറേയൊക്കെ വഴിമാറി കൊടുക്കുന്ന ഒരു നല്ല സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലുള്ള പറഞ്ഞ തമിഴ്നാട്ടിലേക്കൊക്കെ ആണെങ്കിലും വലിയ നഗരങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആംബുലൻസൊക്കെ വന്നാൽ ആരും കണ്ടതായി പോലും ഭാവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കേരളത്തിൽ കുറേ കൂടി വ്യത്യസ്തമാണ് ഇത്തരം കാര്യങ്ങൾ. എന്നാലും ബസ് നിറയെ ആൾക്കാരുമായിട്ട് പോകുന്ന ബസ്സുകളുടെ പുറകിൽ പോയി കിടന്ന് ഹോൺ അടിക്കുന്ന കാറുകൾ, അതുപോലെ ഭാരം കയറ്റി പോകുന്ന ലോറികളുടെ പുറകിൽ കിടന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഹോൺ അടിക്കുന്ന കാഴ്ചകളും നിത്യമായിട്ട് നമ്മൾ കാണുന്ന സാധാരണ കാഴ്ചകളാണ്. അത് വളരെ മോശം പരിപാടിയാണ്. ഭാരമേറി പോകുന്ന ലോറികൾക്ക് ടാർ റോഡിൽ നിന്ന് താഴേക്ക് ഇറക്കാൻ പറ്റില്ല. അത് നിയന്ത്രിക്കുന്നത് വളരെ പ്രയാസമാണ്. അവർക്ക് സൈഡ് മാറിത്തരുന്നതിനോ സ്പീഡ് നിയന്ത്രിക്കുന്നതിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് അവർ നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ സിഗ്നൽ കാണിക്കും വരെ അവരുടെ പുറകിൽ തന്നെ നിൽക്കുക എന്നതാണ് മാന്യമായ രീതി. അവരുടെ പുറകിൽ നിന്നുകൊണ്ട് ഹോൺ അടിക്കുന്നത് അവരെ ശല്യപ്പെടുത്തുന്നതും വളരെ വിവരക്കേടാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ ബസ് യാത്രക്കാർ, നമ്മുടെ KSRTC പ്രൈവറ്റ് ബസ്സുകാരുടെ ഡ്രൈവിംഗ് വളരെ അലക്ഷ്യമായിട്ടുള്ളതാണെങ്കിലും നമ്മൾ ആ ഡ്രൈവറെയല്ല പരിഗണിക്കേണ്ടത്. ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന 10, 60 അതിലധികമോ ആൾക്കാരെയാണ്. ഒരാൾ ഒരു വണ്ടിയിൽ യാത്ര ചെയ്ത് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടി ചെല്ലുമ്പോൾ ആ വണ്ടിക്കുള്ളതിൽ പല ഡെസ്റ്റിനേഷനുകളിലേക്ക് പല ആവശ്യങ്ങളുമായി പോകുന്ന പല യാത്രക്കാരാണുള്ളത്. അതുകൊണ്ട് ആ ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തും വിധം വണ്ടിക്ക് പുറകിൽ നിന്ന് ഹോണടിക്കാനോ അവരെ ശല്യപ്പെടുത്താനോ പാടില്ല. അത്തരം ഒരു ചിന്ത ഓരോ ഡ്രൈവിംഗ് അറിയാവുന്ന ആൾക്കും ഉണ്ടാകണം. 2 വീലറുകളുടെ ഒരു നിയന്ത്രണവും ഇല്ലാത്ത പായ്ച്ചൽ, KSRTC ബസ്സുകളുടെ യാതൊരു വ്യവസ്ഥയുമില്ലാത്ത ഓവർടേക്കിംഗ്, നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യുന്ന പോലീസ് വണ്ടികൾ, ആംബുലൻസുകളെ പോലും ബ്ലോക്ക് ചെയ്തുകൊണ്ട് പോകുന്ന മന്ത്രിവാഹനങ്ങൾ, ഇതെല്ലാം സംസ്കാരം ഇല്ലായ്മയുടെ അടയാളങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ സമൂഹം കൂടുതൽ ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുകയും അതിനനുസരിച്ച് ഒരു സംസ്കാരമുള്ള ഒരു പുതിയ ട്രാഫിക് സംസ്കാരം ഇവിടെ ഉടലെടുക്കുകയും വേണം. ഡ്രൈവിംഗ് അറിയാവുന്ന ഓരോരുത്തരും, നിങ്ങൾക്ക് ട്രാഫിക് നിയമങ്ങൾ അറിയില്ലെങ്കിൽ അത് ഇൻ്റർനെറ്റിലുമൊക്കെ എല്ലാ നിയമങ്ങളും അവൈലബിളാണ്. അത് നോക്കി പഠിക്കുകയും എങ്ങനെയാണ് സിഗ്നലുകൾ കാണിക്കേണ്ടത്, ഇൻഡിക്കേറ്ററുകൾ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, ഹോണുകൾ ഉപയോഗിക്കാതെ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ നോക്കി പഠിച്ച് ഒരു നല്ല ട്രാഫിക് സിസ്റ്റം ഇവിടെ ഉണ്ടാകാൻ ഓരോ ലൈസൻസ് ഉള്ള ഇന്ത്യൻ പൗരനും തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.